മൊബൈൽ ടവറിനെതിരെ ജനരോഷം. നമ്മുടെ നാട്ടിലെ ടവർ വേണ്ട. കോഴിക്കോട് 55-ാം വാർഡ് തോട്ടൊളിപ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിങ്ങിന് മുകളിൽ വരുന്ന മൊബൈൽ ടവറിനെതിരെ പരിസരവാസികളുടെ പ്രതിഷേധം. ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാവാൻ കാരണം ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് മുഴുവനും രോഗികളാണ്. ക്യാൻസർ പേഷ്യൻസ് കുറേ ഉണ്ട്, കുറേ കുട്ടികളുണ്ട്, അല്ലാതെ ശ്വാസം മുട്ടുന്ന ആൾക്കാരുണ്ട്, ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട്. ഞങ്ങളൊരു പാവങ്ങളാണ്. ഈ ടവറിന് ചുറ്റുമായിട്ട് 5 വീടിൻ്റെ പുറമെ ആൾക്കാരുണ്ട്. അതേപോലെ തൊട്ടടുത്തും ചെറിയ മക്കളുണ്ട്, ഗർഭിണികളുണ്ട്. ഞങ്ങൾക്കിത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് ഇത് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം. കറുത്ത റിബൺ അണിഞ്ഞാണ് സ്ത്രീകളടക്കമുള്ള പരിസരവാസികൾ പ്രതിഷേധത്തിനെത്തിയത്. നമ്മളെ ഈ പ്രദേശത്ത് 400ഓളം വീടുകളുണ്ട്. കൂടുതൽ ആൾക്കാർ രോഗികളാണ്. എൻ്റെ ഉമ്മ തന്നെ ഓക്സിജൻ വെച്ചിട്ടാണ് വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ അത്രയും മോശമായ അവസ്ഥയിൽ ഇങ്ങനൊരു ടവറിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇവിടെ പണി നടക്കുമ്പോൾ മേലെ ഷീറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ജനങ്ങളെ, ഇവിടെ വരുന്ന ഈ ഷോപ്പിൽ വരുന്ന ജനങ്ങളെ കബളിപ്പിച്ചും കൊണ്ടാണ് ഇയാളിത് തുടങ്ങിയത്. എല്ലാവരോടും പറഞ്ഞ് ഇവിടെ ഷീറ്റ് ഇടുന്ന പരിപാടിയാണെന്ന്. പിന്നാണ് ടവറിൻ്റെ പണിയാണെന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ നമ്മൾ നിയമപരമായിട്ട് പോവാണ്. ഗവൺമെൻറ് ഇതിന് എല്ലാവിധ സപ്പോർട്ടുമാണ് ഇതിന് കൊടുക്കാനുള്ള. അപ്പം നമ്മൾ മുഖ്യമന്ത്രിക്കും കലക്ടർക്കും നിവേദനം കൊടുക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടാണ് ഇവർ കബളിപ്പിച്ചത്. സൂപ്പർ മാർക്കറ്റാണ് വരാൻ പോകുന്നത് പറഞ്ഞിട്ട്. എന്നോട് പല പ്രാവശ്യം ഞാൻ ഇവിടെ പൊടിക്കാനും സാധനം വാങ്ങാനും വരുമ്പോൾ ഇവിടെ വണ്ടിയിൽ സാധനം വരുന്നുണ്ട്, വണ്ടിയിൽ ആൾക്കാർ വന്ന് നോക്കി പോവുന്നുണ്ട്. അപ്പം എന്നോട് എന്താ പറഞ്ഞത്, സൂപ്പർ മാർക്കറ്റിൻ്റെ പാസ് അയക്കുന്നു ചേച്ചി, ഇത് അടുത്ത് പണി തുടങ്ങും. പിന്നെ ഒരു ദിവസം വന്നപ്പം പറഞ്ഞു, ഇതാ സൂപ്പർ മാർക്കറ്റിന് ഇതായിരിക്കണം, ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുവച്ചിരിക്കുന്നു, സാധനങ്ങളൊക്കെ എത്തി, നമുക്ക് അടുത്ത് തുടങ്ങാമെന്ന്. പിന്നെ വന്നപ്പോൾ വലിയ തടിമരം കൊണ്ടുവച്ചിരിക്കുന്നു. ആ തടിമരം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത്, ഇതിന് എത്ര വലിയ തടിമരം ഇവിടെ നിന്ന്. അത് മുകളിൽ പണിയെടുക്കാനാണ് ചേച്ചി, മുകളിലാണ് നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റെല്ലാം എടുക്കുക, എല്ലാ സാധനവും ഉണ്ടാവും, നിങ്ങൾക്ക് ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ടാവുന്നു. അതേ ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ടവറിൻ്റെ പണിയെടുത്തത് ആരും അറിയില്ല. ഓന് ബോർഡ് വെച്ചത് സൂപ്പർ മാർക്കറ്റിൻ്റെ. ഇവിടെ ഈ ടവർ വരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്കാർക്കും പ്രദേശത്തുകാർക്കാർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതിൻ്റെ കാരണം വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് രോഗികളാണ്. ആ രോഗികളുള്ള സ്ഥലത്താണ് ഇത് തുടങ്ങാനുള്ള അഭിപ്രായം ഇട്ടത്. അതും പല കാര്യങ്ങളും പറഞ്ഞ് സൂപ്പർ മാർക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞ് ജനങ്ങളെ പ്രദേശത്തുള്ള അടുത്തുള്ള ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഇവർ വാക്കാലെ. പിന്നീടാണ് കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേന് അത് അനുമതിയൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെയേറെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഞങ്ങളെ സംസാരം കേട്ടുകൊണ്ട് വലിയ ആളുകളും ഞങ്ങൾക്ക് വേണ്ടി ഇത് ഇല്ലാതാക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിലെ ടവർ വേണ്ട. പ്രതിഷേധം.